അമേരിക്കയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ സൈനിക രംഗത്തും മാത്രമല്ല സാമ്പത്തിക രംഗത്തും പുതിയ തന്ത്രങ്ങൾ തേടുകയാണ് ഇറാൻ എന്നാണ് തെഹ്റാനോട് അടുത്ത വൃത്തങ്ങളും വിവിധ അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. വർഷങ്ങളായി അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളും ഇപ്പോഴത്തെ യുദ്ധവും ചേർന്ന് രാജ്യത്തിന് വലിയ തിരിച്ചടിയുണ്ടാക്കിയെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയിലൊന്നായ ഹോർമൂസ് കടലിടുക്കിനെ കൂടുതൽ തന്ത്രപരമായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ തെഹ്റാൻ പരിശോധിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാന്റെ കാഴ്ചപ്പാടിൽ അമേരിക്കയുടെ സൈനിക നടപടികൾക്ക് മുൻപ് ഹോർമൂസ് കടലിടുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പ്രവർത്തിച്ചിരുന്ന അന്താരാഷ്ട്ര ജലപാതയായിരുന്നു. ഗൾഫ് മേഖലയിലെ എണ്ണയും പ്രകൃതിവാതകവും ലോക വിപണിയിലെത്തിക്കാൻ ഈ പാത നിർണായകമാണ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം മേഖലയിലെ സുരക്ഷാ സാഹചര്യം മാറുകയും ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഹോർമൂസിലേക്ക് തിരിയുകയും ചെയ്തു. ഈ മാറ്റം ഒരു തന്ത്രപരമായ അവസരമായാണ് ഇറാൻ കാണുന്നത്. തെഹ്റാന്റെ വാദമനുസരിച്ച് യുദ്ധത്തിൽ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഊർജ മേഖലയ്ക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ സാമ്പത്തിക ആഘാതം മറികടക്കാൻ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണെന്നാണ് ഇറാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്കായി ഒരു നിയന്ത്രിത സേവന സംവിധാനം അല്ലെങ്കിൽ ഫീസ് സംവിധാനം ഭാവിയിൽ പരിഗണിക്കാമെന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് സംബന്ധിച്ച് ഇറാൻ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. ഈ ആശയത്തിന് മാതൃകയായി ഇറാൻ കാണുന്നത് തുർക്കിയുടെ കടലിടുക്ക് നിയന്ത്രണ സംവിധാനമാണെന്നാണ് പറയുന്നത്. ബോസ്ഫറസ്, ദർദനലസ് എന്നീ കടലിടുക്കുകളുടെ നിയന്ത്രണം തുർക്കിക്കാണ്. അന്താരാഷ്ട്ര കരാറുകളുടെ അടിസ്ഥാനത്തിൽ കപ്പൽ ഗതാഗത നിയന്ത്രണവും സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പാക്കുന്ന തുർക്കി അതിനുള്ള സേവന നിരക്കുകളും ഈടാക്കുന്നുണ്ട്. അതിലൂടെ രാജ്യത്തിന് ഓരോ വർഷവും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുമുണ്ട്. ഇറാന്റെ നിലപാടനുസരിച്ച് ഹോർമൂസ് കടലിടുക്കും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിൽ ഒന്നാണ്. ലോക ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനവും ഈ പാതയിലൂടെയാണ് നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എണ്ണ കപ്പലുകൾക്ക് ഹോർമൂസിന് പകരം ഉപയോഗിക്കാൻ എളുപ്പമുള്ള മറ്റൊരു സമുദ്രപാതയില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാനും വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്നാണ് തെഹ്റാൻ ആവർത്തിച്ച് പറയുന്നത്. ഭാവിയിൽ അന്താരാഷ്ട്ര നിയമങ്ങളും പ്രാദേശിക ധാരണകൾക്കും അനുസൃതമായ ഒരു സേവന ഫീസ് സംവിധാനം നടപ്പാക്കാൻ കഴിഞ്ഞാൽ യുദ്ധം മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിന്റെ ഒരു ഭാഗമെങ്കിലും നികത്താൻ സാധിക്കുമെന്ന് വാദിക്കുകയാണ് ഇപ്പോൾ. ചില ഔദ്യോഗിക കണക്കുകൾ പ്രകാരം വർഷം തോറും 10,000 കോടി ഡോളറിന്റെ വരുമാന സാധ്യത ഹോർമൂസിലുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ കണക്കുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമില്ല. അതേസമയം ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം സുരക്ഷാ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടതാണെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണക്കപ്പലുകൾ സഞ്ചരിക്കുന്ന സമുദ്രപാതകളിലൊന്നായതിനാൽ സുരക്ഷാ സംവിധാനങ്ങൾ, നാവിഗേഷൻ സഹായങ്ങൾ, അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് വലിയ ചെലവാണ് വേണ്ടിവരുന്നതെന്നും ഇറാൻ വാദിക്കുന്നുണ്ട്. അതിനാൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സേവന സംവിധാനം അവതരിപ്പിച്ചാൽ അത് സാമ്പത്തിക നേട്ടത്തിനായി മാത്രമല്ല സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണെന്ന് ഇറാൻ വാദിച്ചേക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും വ്യത്യസ്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ഹോർമൂസ് ഒരു അന്താരാഷ്ട്ര സമുദ്രപാതയായതിനാൽ അതിലൂടെ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് അവരുടെ നിലപാട്. അതിനാൽ ഏകപക്ഷീയമായ നിയന്ത്രണങ്ങളോ സാമ്പത്തിക ബാധ്യതകളോ അംഗീകരിക്കാൻ അവർ തയ്യാറാകില്ലെന്നാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഭാവിയിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. ഇറാന്റെ കാഴ്ചപ്പാടിൽ ഹോർമൂസ് കടലിടുക്ക് ഒരു സമുദ്രപാത മാത്രമല്ല, രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയുടെയും സാമ്പത്തിക ഭാവിയുടെയും പ്രധാന ഘടകമാണ്. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങളും ഇപ്പോഴത്തെ യുദ്ധവും സൃഷ്ടിച്ച സമ്മർദ്ദങ്ങൾക്കിടയിൽ ലഭ്യമായ തന്ത്രപരമായ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് തെഹ്റാന്റെ ലക്ഷ്യമെന്നാണ് അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാട്ടുന്നത്. എന്നിരുന്നാലും ഹോർമൂസിനെ വരുമാന കേന്ദ്രമാക്കുകയോ പുതിയ സേവന സംവിധാനം കൊണ്ടുവരികയോ ചെയ്യുമെന്ന കാര്യം സംബന്ധിച്ച് ഇറാൻ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. അതിനാൽ ഈ വിഷയത്തിൽ അന്തിമ ചിത്രം വ്യക്തമാകാൻ വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങളും ഔദ്യോഗിക തീരുമാനങ്ങളും നിർണായകമാകും. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ ഭാവി മാത്രമല്ല, ആഗോള ഊർജ വിപണിയെയും സമുദ്ര വ്യാപാരത്തെയും ദിശ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായി ഹോർമൂസ് കടലിടുക്ക് തുടരുമെന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത്.